ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കെയർ വിസ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് തന്നെയാണ്. റീസെൻ്റ്ലി ഒരു 2 വീഡിയോ അത് റിലേറ്റഡ് ആയിട്ട് ചെയ്തു. അതിനുശേഷം ഒത്തിരി എൻക്വയറീസ് വന്നു. അപ്പം നമ്മൾ പേഴ്സണലി ഒത്തിരി മെസ്സേജസ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഇവർക്ക് റിപ്ലൈ ആയിട്ട് കൊടുത്തെങ്കിലും വീണ്ടും വീണ്ടും ഡൗട്ട്സ് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു Q&A പോലത്തെ ഒരു വീഡിയോയും കൂടെ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, നിങ്ങൾക്ക് കെയർ വിസ അയർലൻഡ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാമെന്ന്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കമൻസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് റിലേറ്റഡ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയ്ക്ക് ശേഷവും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം മെയിനായിട്ട് പറയാനുള്ളത്, ഇത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് അത് അറിയാമെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അത് ഉറപ്പായിട്ടും മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വീണ്ടും വീണ്ടും പലരും ഞങ്ങളുടെ പൊസിഷൻസ് ഒക്കെ ചോദിച്ച് കമൻസ് ഇട്ടായിരുന്നു. അപ്പം അതിനും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ തരാമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ കറൻ്റ്ലി അയർലൻഡിൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നേഴ്സായിട്ട് തന്നെയാണ് വന്നത്. ഇപ്പോൾ HSC ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ചേച്ചി കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലാണ് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട്. ചേച്ചി വന്നത് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടാണ്. വന്നിട്ട് 6 months ആയിട്ടുള്ളൂ. ഞങ്ങൾ 2 പേരും ഒരു പ്രൈവറ്റ് ഏജൻസി ത്രൂ ആണ് വന്നത്. ഞാൻ വന്നത് ഫ്രീ റിക്രൂട്ട്മെന്റിലായിരുന്നു. ചേച്ചി ഒരു 2 lakhs എമൗണ്ട് കൊടുത്തിട്ടാണ് ആ ഏജൻസി ത്രൂ വന്നത്. കാരണം അതൊരു പ്രൈവറ്റ് ഏജൻസിയാണ്. പലരും ഏജൻസീസിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്, ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസി ഏതാണെന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേര് മെസ്സേജ് അയച്ചു. അപ്പം അതിനൊക്കെയുള്ള ഒരു ആൻസർ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്കറിയാം എൻ്റെ വീഡിയോസ് കാണുന്നതിൽ മലയാളീസ് അല്ലാത്തവരും ഉണ്ട്. സോ അതിന് സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഇംഗ്ലീഷും മലയാളവും കൂടെ അങ്ങനെ സെപ്പറേറ്റ് 2 വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് തന്നെ സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ യൂട്യൂബിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ട് ചോദിക്കാം. ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടെ ഞാൻ ഈ വീഡിയോയുടെ മുകളിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ ചെയ്യുന്നത് ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആണ്. ശരിയായ രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാവൂ. യാതൊന്നിനും ഞാനോ ചാനലോ ഉത്തരവാദിയായിരിക്കുന്നതല്ല. വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഞങ്ങൾക്ക് 2 പേർക്കും അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യാം. ഞാൻ എൻ്റെ വ്യൂ പോയിന്റും എനിക്കറിയാൻ മേലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ചേച്ചിയും ഷെയർ ചെയ്യും, അല്ലെങ്കിൽ ചേച്ചിയുടേതായിട്ടുള്ള വ്യൂ പോയിന്റും ചേച്ചി ഷെയർ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് ഒത്തിരി ചോദിച്ചിട്ടുണ്ട്. ഹായ് മാം, HCA ആയി വന്നാൽ നമ്മൾക്ക് 2 years കഴിയുമ്പോൾ എംപ്ലോയർ വിസ റിന്യൂ ചെയ്യുമോ അതോ തിരിച്ച് പോകേണ്ടി വരുമോ? ഓക്കെ, ഇതിപ്പം എനിക്കൊന്ന് റീസെൻ്റ്ലി നടക്കുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ച് അറിഞ്ഞിട്ട് ചോദിക്കുന്ന പോലെ ഉണ്ട്. റീസെൻ്റ്ലി കുറച്ച് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതിൽ നമുക്ക് ചിലർക്കൊന്നും വിസ റിന്യൂ ചെയ്ത് കിട്ടുന്നില്ല ഈ 2 year കോൺട്രാക്റ്റിൽ വരുന്നവർക്ക്. അപ്പം ചിലർ തിരിച്ചു പോകേണ്ടതായിട്ട് വരുമെന്നൊക്കെ പേടിച്ചിരിക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കോൺട്രാക്റ്റ് തീരുന്നതിന് മുന്നേ നിങ്ങൾ വേറെ ജോലിക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തിരിച്ചു പോകേണ്ടി വരത്തില്ല. അപ്പം ഇതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എന്തൊക്കെയോ ഇഷ്യൂസ് അവിടെ ഇവിടെ നടക്കുന്നുണ്ട്. അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ആൾ തന്നെ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എത്ര വർഷം കഴിഞ്ഞാൽ പുതിയ ജോലിക്ക് നോക്കാം? അത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, 9 months ഒക്കെ കഴിയുമ്പോൾ തൊട്ട് തന്നെ നിങ്ങൾക്ക് പുതിയ ജോലിക്ക് നോക്കാം. ഇപ്പോഴത്തെ റൂള് വെച്ച് നേരത്തെ ആണെങ്കിൽ 2 year കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇന്നും ഇപ്പോൾ അയർലൻഡിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിയമങ്ങൾ ചേഞ്ച് ആവുന്നത് കൊണ്ട് ഈ അടുത്താണ് അങ്ങനെ ഒരു ഇത് വന്നത്, ഓപ്ഷൻ നമുക്ക് വന്നത്. 9 മാസം കഴിയുമ്പോൾ നമുക്ക് വേറൊരു ഇത് നോക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ വന്നത്. ആളുടെ സെയിം ക്വസ്റ്റ്യൻ ആണ്. വേറെ HSC ഹോസ്പിറ്റലിൽ HCI കിട്ടുമോ? അതുപോലെ SCI വരുന്നവർക്ക് ഇയർലി സാലറി ഇൻക്രിമെന്റ് ഉണ്ടോ അതോ ഒരു ഫിക്സഡ് സാലറി ആണോ? HSC ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്യാം. നിങ്ങളുടെ കോൺട്രാക്ട് പീരീഡ് കഴിയുമ്പോഴത്തേക്ക് HSCയിൽ വേക്കൻസി ഉണ്ടെങ്കിൽ HSCയിലേക്ക് മൂവ് ചെയ്യാം. അങ്ങനെ ഒത്തിരി പേര് മൂവ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് വർക്ക് ചെയ്തവർ. പിന്നെ സാലറി ഇൻക്രിമെന്റ് ഉണ്ടോ ചേച്ചി?
സാലറി ഇൻക്രിമെന്റ് ഉണ്ടെന്നൊക്കെ ഇപ്പോ ഈ മാർച്ചിൽ ഉണ്ടാവും എന്നൊക്കെ ഒരു ഇത് പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് സാലറി വന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ സാധ്യമല്ല. 1 year ഒക്കെ കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഇൻക്രിമെന്റ് നടത്തണ്ട. പിന്നെ നിങ്ങളുടെ നഴ്സിംഗ് ഹോം നിങ്ങൾ വർക്ക് ചെയ്യുന്ന അതൊക്കെ ആശ്രയിച്ചിരിക്കും. നിങ്ങളുടെ ഡോണും അഡോണിന്റെ ഒക്കെ കഴിവ് പോലെ ഇരിക്കും നിങ്ങളുടെ ഇൻക്രിമെന്റിന്റെ കേസ്. ചിലവർക്കൊക്കെ 6 മാസം കഴിയുമ്പോൾ ചെറിയ ഇൻക്രിമെന്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ നഴ്സിംഗ് ഹോമും ഡോണും അഡോണും ഒക്കെ ആയിട്ട് അതിനൊക്കെ ആശ്രയിച്ചിരിക്കും. അത് നേഴ്സസ് ആയാലും കെയറേഴ്സ് ആയാലും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ma'am, I would like to ask a few questions, okay? Could you explain the application process? Is visa sponsorship available? May I know the salary and benefits? Is accommodation provided? Are there any fees involved? Can family accompany later? And what is the expected process duration? Actually, this message was sent by a non-Malayali, so I think I would like to continue this questions in English. First question is, could you please explain the application process? It's better to contact the agency so they can explain it detailed because rules are changing. So there might be new changes in application process. So it's better to contact your agency itself. Is visa sponsorship available? If you are attending an interview and if you are coming under an employer, of course there will be visa sponsorship. May I know the salary and benefits? I already did a video regarding the salary. I'll put the link in the description. And about the benefits, if you are coming to a private nursing home, then there is no any benefits. But if you are coming to an HSC hospital, of course there will be benefits. Is accommodation provided? That's also depend upon your employer, but I don't think they are going to arrange any accommodation for you. But I heard like for the nurses there is at least 2 weeks accommodations. But for healthcare assistants, I don't think there will be accommodation providing by the employer. Are there any fees involved? Of course, according to the agency, the fees will be different. Some will ask for 2 lakhs, some will ask for 4 lakhs, some are asking 12 lakhs. So it depends upon the agency. Can family accompany later? So according to the rule, they are saying like after 1 year, we can bring our family, but it also depends upon the luck factor. What is the expected process duration? That also like it depends. For some are taking 6 months, some are taking 8 months, some are coming in 4 months also. So it's according to the employer's need. They will fast up your process. Next question, ma'am, doubt was about cost and agencies for recruitment. So കോസ്റ്റിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് ഡിപ്പെൻഡ് അപ്പോൺ ഏജൻസി. പിന്നെ ഏജൻസിയുടെ കാര്യം പലരും ട്രസ്റ്റബിൾ ഏജൻസീസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊണ്ടുവരുന്ന കൂടുതലും പ്രൈവറ്റ് ഏജൻസീസ് ആണ്. അവരെല്ലാം ഇതുപോലെ നല്ല കാശ് വാങ്ങിക്കുന്നുണ്ട്. അല്ലാതെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏജൻസീസ് എന്ന് പറയുന്നത് CPL ഉം KCR ഒക്കെയാണ്. പക്ഷേ ഇപ്പം അവർ UK ട്രെയിൻഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ അസിസ്റ്റൻസിനെയാണ് കൊണ്ടുവരുന്നത്. വൺസ് വേക്കൻസീസ് എന്തെങ്കിലും വരുവാണെങ്കിൽ അവരുടെ അണ്ടറിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് യു ഇനിഷ്യലി നമ്മൾ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ട് സ്റ്റാഫ് നേഴ്സായിട്ട് അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ചേഞ്ച് ചെയ്താൽ HC എക്സ്പീരിയൻസ് നമുക്ക് നഴ്സിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് വാലിഡ് ആയിരിക്കുമോ അതോ ഗ്യാപ്പായിട്ട് കൂട്ടുന്നതാണോ? അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, അത് ഗ്യാപ്പായിരിക്കും. അതുകൊണ്ട് ബെറ്റർ ആ വർക്ക് ചെയ്ത നഴ്സിംഗ് ഹോമിൽ തന്നെ 2 വർഷം നേഴ്സായിട്ട് പിന്നെ HSCയിലോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. എത്ര മാസം കഴിഞ്ഞാലാണ് HCA കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റുക? അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? നമ്മൾ യൂഷ്വലി 2 year കോൺട്രാക്റ്റിലാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ 9 months കഴിയുമ്പോഴത്തേക്ക് മൂവ് ചെയ്യാമെന്നൊരു ഇത് വന്നിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇനി റൂള് ചേഞ്ച് ചെയ്യുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് നമുക്ക് 9 months കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യാം എന്നതാണ് അറിയുന്നത്. ഇപ്പോൾ DL പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് HC ആയിട്ട് അവിടെ വന്നതിന് ശേഷം നമുക്ക് അവിടെ വേക്കൻസീസ് വരുന്ന അനുസരിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നേഴ്സായി ചെയ്യാമോ? ഓക്കെ, നിങ്ങൾ OET ഒക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡും അഡാപ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ HC ആയിട്ട് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വെക്കാം. HSCയിലൊക്കെ എന്തായാലും അറ്റൻഡ് ചെയ്താലും വിളിക്കാനായിട്ടൊക്കെ കാലതാമസം എടുക്കും. സോ അങ്ങനെ ഉള്ള ഒരാളാണെങ്കിൽ, അതായത് ആപ്റ്റിറ്റ്യൂഡും അഡാപ്റ്റേഷനോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളിവിടെ HC ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ OET അറ്റൻഡ് ചെയ്യണം, പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആപ്റ്റിറ്റ്യൂഡ് ഓർ അഡാപ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. എനിവേ നിങ്ങളുടെ കോമ്പൻസേഷൻ മെഷേഴ്സ് കഴിയാതെ അവർ നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കത്തില്ല. നാട്ടിലുള്ള നേഴ്സിംഗ് എക്സ്പീരിയൻസ് മാത്രമാണോ കൂട്ടുന്നത്? ഇൻ്റർവ്യൂ ഫോർ
നേഴ്സസ് നാട്ടിലുള്ള അല്ല, നിങ്ങളുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് കൂടി ഇവിടെ നേഴ്സായിട്ട് പ്രൈവറ്റിൽ വർക്ക് ചെയ്താലും ആ എക്സ്പീരിയൻസ് കൂട്ടും. പക്ഷെ കെയറായിട്ട് വർക്ക് ചെയ്യുന്നത് ഗ്യാപ്പ് തന്നെയാണ്, അത് എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടത്തില്ല. ഓക്കെ, ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അല്ല എങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഞാൻ നമ്പറോ ഇമെയിൽ ഐ ഡി ഒന്നും ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കുറേ പേര് ഇമെയിൽ ഐ ഡി നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. സോ അതിനൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നെ ഇൻസ്റ്റ ഒന്ന് മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓൾറെഡി ഞാനത് ഇൻസ്റ്റയുടെ ബയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം ചിലർ ഫോളോ ചെയ്യാതെ മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് എനിക്ക് അവർക്ക് തിരിച്ച് റിപ്ലൈ അയക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ വരുന്നുണ്ട്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം, സൈഡിൽ ഞാനത് കാണിച്ചേക്കാം അതെന്താ ഇഷ്യൂ എന്നുള്ളത്. എനിക്കറിയത്തില്ല ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട്. ചിലർക്ക് മെസ്സേജ് അയക്കാൻ റിപ്ലൈ കൊടുക്കാം, ചിലർക്ക് അയക്കാൻ പറ്റത്തില്ല. അപ്പം ബെറ്റർ എല്ലാവരും ഫോളോ ചെയ്യുക. എനിക്ക് പിന്നെ അതിന് വേണ്ടി വീണ്ടും വന്ന് ബാക്ക് അടിച്ച് ഈ ആളെ തപ്പി പിടിച്ച് റിപ്ലൈ കൊടുക്കാനൊന്നും ടൈമില്ല. ഞാൻ കാണുമ്പം റിപ്ലൈ കൊടുക്കുക അങ്ങനെയാണുള്ളത്. എനിക്ക് അത്രയും മെസ്സേജസ് ഇൻസ്റ്റയിൽ വരുന്നുണ്ട്, ചിലതൊക്കെ മിസ്സാവുന്നുണ്ട്. അങ്ങനെ മിസ്സായി നിങ്ങൾക്ക് 2-3 ദിവസം അങ്ങനെ റിപ്ലൈ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടെ ആ മെസ്സേജ് എനിക്ക് അയയ്ക്കുക. എന്നാലേ ചിലപ്പോൾ മിസ്സായി പോകുന്നതായിരിക്കാം. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേഴ്സും ചേച്ചി HCA ആണ്. നമുക്ക് ഈ ഒരു ജോലിയെക്കുറിച്ചുള്ള കാര്യങ്ങളെ അറിയത്തുള്ളൂ. അല്ലാതെ ഇവിടെ വേറെ എന്തെങ്കിലും ജോലി ഒപ്പിച്ച് തരാമോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അല്ലേ ചേച്ചി? ഇപ്പം എനിക്ക് മാത്രമല്ല, ഇപ്പം ചേച്ചിക്കും മെസ്സേജസ് വന്നു തുടങ്ങി. അപ്പം നമുക്ക് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഈ പറഞ്ഞ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടും നേഴ്സായിട്ടും നമ്മൾ ഇവിടെ ജോലി ഒപ്പിച്ച് കൊടുക്കുന്നില്ല. നമുക്കൊരു ഏജൻസി ആയിട്ടും ടൈപ്പോ കോണ്ടാക്റ്റോ ഇല്ല. നമ്മൾ ജസ്റ്റ് ചോദിക്കുന്നവർക്ക് ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ സപ്പോർട്ട്, അത് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാട്ടിൽ നിന്ന് വരുന്ന നഴ്സസിന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് അയർലൻഡിലേക്ക് വരുന്നവർക്ക് അറിയാൻ മേലത്തെ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അതിന് എനിക്ക് വേറെ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. യൂട്യൂബ് എൻ്റെ ഓൾറെഡി മോണറ്റൈസ്ഡ് ആണ്. പക്ഷെ ഞാൻ എല്ലാ കാലത്തും ഒക്കെ വീഡിയോസ് ഇടുന്നത് കൊണ്ട് വലിയ കാര്യമായിട്ടുള്ള ഇൻകം ഒന്നുമില്ല. പിന്നെ ചേച്ചിക്കും ഒരു താങ്ക് യു സോ മച്ച്. ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ ചേച്ചിയുടെ സമയം ഉണ്ടാക്കി ചേച്ചി വന്നു. ചേച്ചിക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയും കൂടെ ഉള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഡൗട്ട്സ് കൂടുന്നു. നമ്മൾ വിചാരിക്കുന്നത് ഇനി ഒരാളെങ്കിലും വന്ന് രക്ഷപ്പെടുവാണെങ്കിൽ, നമ്മള് ഒരുപാട് പേര് അയർലൻഡിലേക്ക് നോക്കുന്നത് നമുക്കറിയാം. നമ്മളും വന്നത് അങ്ങനെയാണ്, ഒരുപാട് പരിശ്രമിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം നമുക്ക് ചെയ്യാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതും മറ്റു പ്രൊഫഷൻ അല്ല, ഈ നേഴ്സിംഗ് പ്രൊഫഷൻ. അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യും. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റും സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പിസ്റ്റ് ആയാലും സോഷ്യൽ വർക്കേഴ്സ് ആയാലും അവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ജോബിന്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത് QQI ലെവൽ 5 ആണ്. നിങ്ങൾ ആ ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളൊരു നഴ്സിംഗ് ഹെൽത്ത് കെയർ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളായിരിക്കണം. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ എനിക്കറിയത്തില്ല, അല്ലാത്തവരുമൊക്കെ വന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ഏതെങ്കിലും ഏജൻസീസിൻ്റെ ഉടായ്പ വഴിയൊക്കെ വരുന്നതായിരിക്കും. നമുക്കിതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. എനിക്ക് അറിയാവുന്ന ഇൻഫോർമേഷൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഈ ഇൻഫോർമേഷൻസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞൊന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. പിന്നെ എനിക്കറിയത്തില്ല, അല്ലാത്തവരുമൊക്കെ വന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ഏതെങ്കിലും ഏജൻസീസിൻ്റെ ഉടായ്പ വഴിയൊക്കെ വരുന്നതായിരിക്കും. നമുക്കിതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. എനിക്ക് അറിയാവുന്ന ഇൻഫോർമേഷൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഈ ഇൻഫോർമേഷൻസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞൊന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.